രമണിയേച്ചേ, രമണിയേച്ചി ഇല്ലേ ഇവിടെ? ആ ഏച്ചി അല്ലേ ചേച്ചി, അവിടെ മറ്റേ ശാരദ ചേച്ചിയുടെ മരുമോളെ കൊണ്ടുവന്ന് പേര് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. അവിടെ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലല്ലേ. ശാരദ ചേച്ചി ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലേ, അങ്ങനെ കൊണ്ടുവന്നതാ. അവിടെ അവക്ക് തള്ളയൊന്നുമില്ല, തള്ളയൊക്കെ എന്നെ ചത്തുപോയതാ. അങ്ങനെ ഇങ്ങ് കൊണ്ടുവന്നതാ. കൊച്ചു പോലെ കട്ടിമുട്ട കണക്കിരിക്കുന്ന ഒരു കൊച്ചു 3 കിലോയോ 3.5 കിലോയോ കണ്ടുണ്ട്. എങ്ങനെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തറയിലെ താഴ്ത്തങ്ങാണാണ് അതിനെ വെച്ചേക്കുന്നത്. ചിക്കനാ മട്ടനാ എന്തൊക്കെയാ അവിടെ വേവിച്ച് കൊടുക്കുന്നത്. അവന് അതേ കണക്കാ. അവന് കിട്ടുന്ന പൈസയ്ക്ക് മൊത്തം കടപ്പലാരം വാങ്ങിച്ച് കുഴപ്പമില്ലായിരുന്നോ? അതിരുന്ന് തിന്ന് പിന്നെ ജോലിയൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ, റെസ്റ്റല്ലേ. അതിരുന്ന് തിന്ന് പെണ്ണും അങ്ങ് ചീർത്ത് കൊച്ചുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം പെറ്റി കിടക്കുന്ന പെണ്ണിൻ്റെ റൂമിൽ കയറിയിരിക്കുന്ന അവൻ നാണവുമാനം ഉണ്ടാന്ന് നോക്കിയാണ്. ഞാനൊക്കെ എൻ്റെ കെട്ടിയോൻ എന്നെയൊക്കെ പ്രസവിച്ച് കിടന്ന സമയത്ത് എൻ്റെയൊക്കെ 28-ന് ഒന്ന് കണ്ടിട്ട് പോയെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു നാണക്കേടാ. ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മുടെ കൊച്ചിനാണ് കേട് വരുന്നത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അടുത്തതങ്ങനെ പെട്ടെന്നായി കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ശരീരത്തിൽ പോകുന്നതൊക്കെ ആരെ നോക്കണ്ടുള്ളത്? അമ്മക്ക് എന്തൊരു വേണം ചേച്ചി, നമ്മളതൊന്നും ചോദിക്കാനും പോകുന്നില്ല, പറയാനും പോകുന്നില്ലേ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തൂല്ലേ ഇപ്പോഴത്തെ പിള്ളേർ. കുറേ പുതുമകൾ. പെണ്ണിന് സിസേറിയനായിരുന്നു. അത് തീർന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒരു ജോലിയും ചെയ്യത്തില്ല. ഇങ്ങനെ ഇരുന്നോണ്ട് ഈ പെണ്ണ് പ്രസവിക്കാനുള്ള ഗർഭിണി പെണ്ണ് ഇങ്ങനെ മുറ്റമൊക്കെ ചെറിയ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ച് തൂക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ. റെസ്റ്റാണെന്ന് പോലും. റെസ്റ്റ്, ബെഡ് റെസ്റ്റ്. അതല്ലേ പറയുന്നത്, 24 മണിക്കൂറും ബെഡ് റെസ്റ്റ്. ഒന്നിത്തിരി മുറ്റം തൂക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ സുഖപ്രസവം ഉണ്ടാകത്തുള്ളൂ. നമ്മളൊക്കെ എന്തോ ജോലി ചെയ്തിട്ടാണ് പ്രസവിച്ചെടുത്തത് 4 എണ്ണത്തിനേക്ക്. പാലുമില്ല. കൊച്ചിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അതിന് കണ്ണ് തുറന്ന് വരുമ്പോഴത്തേന് അതിന് ജനിച്ചപ്പോഴേ അത് കണ്ടതെന്തോ കുറേ കോടാലി വെട്ടുകത്തിയൊക്കെ അല്ലേ കണ്ടത്. വല്ല കൊണ്ടയായിട്ടാണ് വന്നാലാ. അത് പാലുമില്ല. ഞാൻ പറഞ്ഞു നല്ലോണം ഉലുവ അരച്ച് കലക്കി കൊടുക്കാൻ പറഞ്ഞു. പൊടിപ്പാലാ കൊടുക്കുന്നേ. ഇന്നലെയും കൂടെ ഞാൻ യൂട്യൂബിൽ കണ്ടതേ ഉള്ളൂ, പൊടിപ്പാൽ കുടിക്കുന്ന പിള്ളേരിൽ ക്യാൻസർ ഉണ്ടാവും. നമുക്ക് എന്തൊരു വേണം ചേച്ചി, നമുക്ക് എന്തല്ലേ. അതൊന്നും പറയില്ല, അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെയൊക്കെ അമ്മായിയമ്മമാർ എങ്ങനെയായിരുന്നു. എൻ്റെ പൊന്നോ, എന്നെ ഒന്നും ഇവിടെ കിടക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഇത് മരുമോളാണോ മോളാണോ എന്നറിയാൻ വയ്യാതെ തലേ ചുമന്നോണ്ട് കിടക്കുമല്ലേ. മരുമോളെ പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ചേച്ചിക്ക്. അപ്പം ഒന്നും മിണ്ടാൻ പോണ്ട ചേച്ചി. എന്നാൽ പോട്ടെ ചേച്ചി, ചേട്ടൻ വരാൻ സമയമായി. നാളെ വരാം.